ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം സെയിന്റ് ജോസഫ് ആശുപത്രിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം ഡോക്ടർ ആന്റണി ജോസെം പ്രേക്ഷകരോട് ഇനി സംസാരിക്കുന്നു. TB എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അതായത് ഒരു മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് തികച്ചും ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഒരിക്കലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ പോലെ സ്ഥിരമായിട്ട് ഒരാളിൽ ഉണ്ടാകുന്ന ഒരു രോഗമല്ല. അത് കറക്റ്റായിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്നൊരു രോഗം തന്നെയാണ്. ഇന്നത്തെ ഈ ലോകത്തിലും TB എന്ന് പറയുന്ന ഈ രോഗം ലോകത്തിന് തന്നെ ശരിക്കും ഇപ്പോഴും വെല്ലുവിളിയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രോഗമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 1 കോടി ആൾക്കാരിൽ എല്ലാ വർഷവും TB സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അതിൽ തന്നെ 1/4 ഭാഗം ഇന്ത്യ പോലത്തെ ഈ മഹാരാജ്യത്താണ്. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് ഒരു ചെറിയൊരു സ്പേസിൽ കുറേ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും TB എന്ന് പറയുന്ന അസുഖം കണ്ടുവരുന്നത്. TBയുടെ ലക്ഷണങ്ങളായി പറയുന്നത് മെയിനായിട്ട് TB 2 തരത്തിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് പൾമണറി TB, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള TB. മറ്റേത് എക്സ്ട്രാ പൾമണറി TB, അതായത് ശ്വാസകോശത്തിന് പുറമേ ഉണ്ടാവുന്ന TB. ശ്വാസകോശത്തിന് പുറത്തുണ്ടാവുക എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ മസ്തിഷ്കത്തിലാവാം, അല്ലെങ്കിൽ ലിംഫ് ഗ്രന്ഥികളിലാവാം, അല്ലെങ്കിൽ വൻകുടൽ അല്ലെങ്കിൽ ചെറുകുടൽ ആ ഭാഗങ്ങളിലാവാം, സ്കിന്നിലാവാം, കണ്ണിലാവാം. അങ്ങനെ പല സ്ഥലത്തും TB ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ് എക്സ്ട്രാ പൾമണറി TB എന്ന് പറയുന്നത്. എക്സ്ട്രാ പൾമണറി TB മിക്കവരിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവരൊരാളിലേക്ക് സമ്പർക്കം മൂലം അത് സ്പ്രെഡ് ആവുന്നില്ല. 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമ, അതായത് കഫത്തോട് കൂടിയുള്ള ചുമ, അല്ലെങ്കിൽ കഫത്തിൽ രക്തം കാണുന്നത്, അല്ലെങ്കിൽ ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, ക്ഷീണം, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. പിന്നെ പനി, വിട്ടുമാറാത്ത പനികൾ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ TBയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ രാത്രി വിയർക്കുന്നത്, അതൊരു ടിപ്പിക്കലായിട്ടുള്ള TBയുടെ സിംറ്റമാണ്. അപ്പോൾ ഇതൊക്കെ സാധാരണ TBയുടെ ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി കറക്റ്റായിട്ട് TB റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് അതിൻ്റെ സർക്കാർ ആശുപത്രികളിലൊക്കെ ഇതിൻ്റെ പരിശോധനയും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. TB എന്ന് പറയുന്ന അസുഖം നമുക്ക് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധാരണയായിട്ട് 6 മാസം എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് സാധാരണയായി നമുക്ക് പറയാറുള്ളത്. അപ്പോൾ എപ്പോഴും രോഗി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ആ കറക്റ്റായിട്ടുള്ള ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലയളവ് പൂർത്തീകരിക്കുക നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ 6 മാസമാണ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 6 മാസം കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചികിത്സാമധ്യേ നമ്മളത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടിയ മാരകമായിട്ടുള്ള TB രോഗങ്ങളിലേക്ക് അത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ 2026 തീമായിട്ട് പറയുന്നത്, ഈ വേൾഡ് TBയുടെ തീമായിട്ട് പറയുന്നത് വി ക്യാൻ എൻഡ് TB എന്നാണ്. ലെഡ് ബൈ കൺട്രീസ്, പവേർഡ് ബൈ പീപ്പിൾ. അതായത് നമുക്ക് ഒരുമിച്ച് ഈ TBയെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. അത് രാജ്യങ്ങളുടെ, അതായത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടും അതിലെ ആൾക്കാരുടെ പ്രയത്നത്തോടും കൂടി നമുക്ക് TBനെ മൊത്തം ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഈ വേൾഡ് TBയുടെ 2026 തീമായിട്ട് പറയുന്നത്.